പശ്ചിമേഷ്യയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതോടെ ഇരുരാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ ആരംഭിച്ചു. ബന്ദൻ അബ്ബാസ്, സിരിക്ക്, കഷം എന്നീ മേഖലകൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് 140ഓളം കേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചു. ഇറാനിലെ മാഷാഹറിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനു മറുപടിയായി കുവൈത്തിലും ഖത്തറിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ആളപായമുണ്ടായതായാണ് വിവരം. ജോർദാനിലെയും ബഹ്റൈനിലെയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതാണ് സംഘർഷം വഷളാക്കിയത്. ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ അത് അന്താരാഷ്ട്ര ജലപാതയാണെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. സംഘർഷം ആഗോള വിപണിയിലും പ്രതിഫലിച്ചു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $79 ബ്രന്റ് ക്രൂഡ് $80 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4% വർധനവാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.